ثم لتسألن يومئذ عن النعيم ثم لتسألن يومئذ عن النعيم ثم لتسألن يومئذ عن النعيم നിങ്ങൾക്ക് നൽകപ്പെട്ട ഓരോരോ അനുഗ്രഹവും ചോദ്യം ചെയ്യപ്പെടുന്ന ദിവസമത്രേ അന്നേ ദിവസം എന്ന് വചനം നമ്മുടെ മനസ്സിലുണ്ടോ സഹോദരങ്ങളെ? വല്ലദീന ഫീ അംവാലിഹിം ഹഖ്ഖും മഅലൂം ലിസ്സായിലി വൽ മഹ്റൂം. കിട്ടാവുന്നത്ര മൃഗങ്ങളെയും പക്ഷികളെയും കൊന്നൊടുക്കിയിട്ട് പലവർണ്ണത്തിലുള്ള പ്ലേറ്റുകളിൽ നിരത്തിയിട്ട് 4 ആൾ കൂടുന്ന മേശയുടെ വശത്തോ അതല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നല്ല രീതിയിൽ കൗണ്ടറുകൾ ഒരുക്കിയിട്ട് ആയിരക്കണക്കിന് ആളുകളെ വിളിച്ചു വരുത്തി തിന്നാൻ കൊടുക്കണമെന്ന് ആരാ പറഞ്ഞത് കൂട്ടരെ? ആരാ പറഞ്ഞത്? ഇസ്ലാം എവിടെയാ പഠിപ്പിച്ചത്? വിരുദ്ധമായ ഭക്ഷണങ്ങളെ പഠിപ്പിച്ച ഇസ്ലാമും ആധുനിക ശാസ്ത്രവും മുന്നിലുണ്ടായിട്ടും എല്ലാ തരത്തിലെയും ഭക്ഷണങ്ങൾ വിളമ്പി വെച്ചിട്ട് അവരുടെയൊക്കെ മുമ്പിൽ എന്റെ പളവളപ്പ് വിളിച്ചോദണമെന്നാണെങ്കിൽ ആലോചിക്കണം. ഇതിൽ നിന്നൊരു വിഹിതം കിട്ടിയാൽ ഓരോ ദിവസവും ഭക്ഷണം കഴിക്കാൻ അല്ലേ? അങ്ങനെ ഒരുപാട് കുടുംബങ്ങളില്ലേ? ആലോചിക്കണം നമ്മുടെ വീടുകളിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോ എന്നാണ് ഈ വചനം പഠിപ്പിക്കുന്നത്. അതിലപ്പുറം നിങ്ങൾ ഭക്ഷിക്കുമ്പോ ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം നൽകാൻ കഴിഞ്ഞെങ്കിലേ, നിങ്ങൾ ഉടുതുണിയുടുക്കുമ്പോ അതില്ലാത്ത ആളുകൾക്കത് നൽകുമ്പോഴാണ്, നിങ്ങൾ താമസിച്ച് കന്തിയുറങ്ങുമ്പോ അതില്ലാത്ത കുടുംബങ്ങൾക്കത് ചെയ്തു കൊടുക്കുമ്പോഴാണ്, നിങ്ങൾ സുഭിക്ഷമായി ജീവിക്കുമ്പോ അല്പമെങ്കിലും സഹായം നിങ്ങൾ ചെയ്തു കൊടുക്കുമ്പോഴാണ് ഇഹപര ജീവിതം മധുരപൂർണമാകുന്നത് എന്നാണ് 70-ാം അധ്യായം സൂറത്ത് മആരിജിലെ ഈ വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്.